കാപ്പികുടിയൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇറങ്ങിയതാണേ. കുറച്ച് ദിവസമായി ഇരുമ്പുളി അച്ചാർ ഇടണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ നടക്കുന്നില്ല. മടിയുമുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന കുറേ ചേച്ചിമാരൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം പറിച്ചു കൊടുത്തപ്പോൾ തീരാറായി. അപ്പോൾ തീരാറായി വന്നപ്പോൾ ഒരാഗ്രഹം കുറച്ച് അച്ചാറിടാമെന്ന്. പിന്നെ ഇവിടെ അനിയന് ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാർ. അവനപ്പോൾ ജോലിക്ക് പോകുമ്പം ചോറ് കൊണ്ടുപോകണേ. അപ്പോൾ അച്ചാറിട്ട് വെക്കുവാണെങ്കിൽ അവനത് പൊതിക്ക് എന്തെങ്കിലും ഒരു കറിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്താണ്, കൂടുതലും അവനെ ഓർത്താണ് ഞാൻ അച്ചാറിടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിങ്ങനെ നല്ല കൂനയായിട്ട് കൂടായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഞാനത് പറിച്ചെടുക്കുവാണെങ്കിൽ കൊച്ചിന് കൈയെത്തുന്നില്ല കേട്ടോ. അത് അവൾ എൻ്റെ ഇലയിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുറച്ച് പറിച്ചെടുത്തു. രാവിലെ തന്നെ തുണിയെല്ലാം കഴുകിയിട്ടിട്ടുണ്ട്. ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ അലക്കാറായിരുന്നു. അപ്പോൾ അതും തലയണക്കവറൊക്കെ കഴുകിയിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് അവളുടെ കയ്യിലും കാലിലും നഖമൊക്കെ ഒന്ന് വെട്ടി അവൾക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ബെഡൊക്കെ ഒന്ന് കുടഞ്ഞിട്ടു. ബെഡ് രാവിലെ കുടഞ്ഞ് എല്ലാം ഇടുന്ന കേട്ടോ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തട്ടിയിടും, എനിക്ക് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. പിന്നെ അവളെ രാവിലെ കുളിപ്പിച്ചതാണ്. അവളുടെ മുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ കൊച്ചിൻ്റെ. അതാണ് കെട്ടി വെക്കാത്തത്, അല്ലെങ്കിൽ മുടിക്കൊരു സ്മെല്ല് വരുമല്ലോ. രാവിലെ തലയണ കവറെല്ലാം മാറി അലക്കിയിട്ടേക്കുന്നത് കൊണ്ട് ഒന്നിനും തലയണ കവർ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പുതിയതെല്ലാം എടുത്ത് ബെഡും തലയണ കവറും എല്ലാം ഒന്ന് വിരിച്ചിട്ടു. ഞങ്ങളുടെ മുറിയിൽ നിന്ന് നോക്കി ഞങ്ങളുടെ ലൂക്കേനെ കാണാം കേട്ടോ.